Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ എ കോപ്സ് ഇൻ ദ വെൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. മറാത്തി സാഹിത്യകാരനും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമായിരുന്ന ശങ്കർ റാവു രാമചന്ദ്ര കാരാട്ട് എഴുതിയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ ഒരു സമ്മറിയും എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. A Corpse in the Well is a short story that critiques the oppressive caste system in rural India. ഇന്ത്യയിലെ, പ്രത്യേകിച്ചും ഗ്രാമീണ ഇന്ത്യയിലെ തീവ്രമായിട്ടുള്ള ജാതി വിവേചനത്തെ വിമർശിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് എ കോപ്സ് ഇൻ ദ വെൽ. ഇറ്റ് ഹൈലൈറ്റ്സ് ദി അൺജസ്റ്റ് പ്രാക്ടീസ് ഓഫ് വില്ലേജ് ഡ്യൂട്ടി വേർ മാർജിനലൈസ്ഡ് കാസ്റ്റ്സ് ആർ ഫോഴ്സ്ഡ് ടു പെർഫോം മീനിയൽ ആൻഡ് ഡീഗ്രേഡിംഗ് ടാസ്ക്സ്. വില്ലേജ് ഡ്യൂട്ടി എന്ന പേരിൽ ഗ്രാമീണ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു അനാചാരത്തെയാണ് ഈ കഥയിൽ വിമർശിക്കുന്നത്. വില്ലേജ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് കാസ്റ്റ് അല്ലെങ്കിൽ താഴ്ന്ന ജാതികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ കൊണ്ട് ആ ഗ്രാമത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ജോലികൾ നിർബന്ധപൂർവം ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അവിടുത്തെ ഓടകൾ വൃത്തിയാക്കുക അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ജോലികൾ ചെയ്യുക എന്ന രീതിയിൽ അത്തരത്തിൽ ഏറ്റവും മീനിയലും ഡീഗ്രേഡിങ്ങുമായിട്ടുള്ള ടാസ്കുകൾ നിർബന്ധപൂർവം ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യിപ്പിക്കുന്ന ഒരു അനാചാരമാണ് വില്ലേജ് ഡ്യൂട്ടി. അത്തരം ഒരു സംവിധാനത്തെ ഈ ഷോർട്ട് സ്റ്റോറിയിൽ വിമർശിക്കുന്നു. The narrator recalls a traumatic childhood incident that made him realize the dangers and the injustice of the system. ഇനി നമ്മുടെ ഈ സ്റ്റോറിയിൽ നരേറ്റർ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ഈ വില്ലേജ് ഡ്യൂട്ടി എന്ന സംവിധാനത്തിലെ അനീതിയെക്കുറിച്ചും അതുപോലെ അതിൻ്റെ അപകടത്തെക്കുറിച്ചും അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്ത ഒരു കുട്ടിക്കാല അനുഭവം ഈ കഥയിലൂടെ നമ്മുടെ നരേറ്റർ പങ്കുവയ്ക്കുന്നു. The narrative's family belongs to the Mahar caste and his father Anna is responsible for carrying out the village duty. നമ്മുടെ നരേറ്ററുടെ ഫാമിലി മഹർ എന്ന് പറഞ്ഞ ഒരു കാസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു മാർജിനലൈസ്ഡ് കാസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് അണ്ണ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാസ്റ്റിൽ പെട്ടത് കാരണം കൊണ്ട് വില്ലേജ് ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. One day, a corpse is found floating in an abandoned well. ഒരു ദിവസം അവിടെ ഗ്രാമത്തിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കിണറിൽ, നമ്മൾ പൊട്ടക്കിണർ എന്നൊക്കെ പറയുന്ന പോലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കിണറിനകത്ത് ഒരു മൃതശരീരം കാണപ്പെടുന്നു. കുറച്ച് പഴക്കമൊക്കെ ഉള്ള മൃതശരീരമാണ്. അതിങ്ങനെ വീർത്ത് വെള്ളത്തിന് മുകളിൽ പൊന്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. And as per custom, Mahars and Ramoshis must guard it until the authorities arrive. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ആ ഗ്രാമത്തിൽ എന്ത് അപകടകരമായിട്ടുള്ള മോശമായിട്ടുള്ള ജോലികളുണ്ടെങ്കിലും അത് ജാതിയുടെ പേരിൽ ഇവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതോറിറ്റീസ് അല്ലെങ്കിൽ പോലീസുകാർ വരുന്നത് വരെ ആ മൃതശരീരത്തിന് അവിടെ കാവൽ നിൽക്കേണ്ടത്. കാരണം മറ്റ് മൃഗങ്ങളൊക്കെ വന്നുകൊണ്ട് ആ മൃതശരീരം എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ കേസ് അന്വേഷിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ആരെങ്കിലും തെളിവ് നശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും, നമുക്കറിയില്ല. അത് കാരണം കൊണ്ട് ഒരു മൃതശരീരം കാണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ വരുന്നത് വരെ അതിന് കാവൽ നിൽക്കേണ്ടത് ഈ മഹർ അതുപോലെ രാമോഷി എന്ന് പറയുന്ന ജാതികളിൽപ്പെട്ട ആളുകളുടെ ചുമതലയായിട്ടാണ് ആ ഗ്രാമത്തിലുള്ളവർ പറയുന്നത്. അണ്ണ ആൻഡ് രാമോഷി സ്പെൻഡ് ദ നൈറ്റ് വാച്ചിങ് ഓവർ ദ കോപ്സ്. അങ്ങനെ നമ്മുടെ നരേറ്ററുടെ ഫാദർ അണ്ണയും രാമോഷി എന്ന് പറയുന്ന കാസ്റ്റിൽ പെട്ടിട്ടുള്ള മറ്റൊരു വ്യക്തിയും കൂടിയിട്ട് അന്ന് രാത്രി ആ മൃതശരീരത്തിന് കാവൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആ കിണറിൻ്റെ അടുത്തേക്ക് പോകുന്നു. The next day, Anna has not returned home. അപ്പോൾ സാധാരണഗതിക്ക് ഇവർ രാത്രി മൃതദേഹത്തിന് കാവൽ നിന്ന് കഴിഞ്ഞാൽ രാവിലെ പോലീസുകാർ വരും. അപ്പോൾ ഇവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം എന്നുള്ളതാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയിട്ടും ഇയാൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. സോ ദ നരേറ്റേഴ്സ് മദർ പാക്സ് ഫുഡ് ആൻഡ് സെൻസ് ഹിം ടു ദ വെൽ. അപ്പോൾ നമ്മുടെ നരേറ്ററുടെ അമ്മ കുറച്ച് ഭക്ഷണം പൊതിഞ്ഞ് കെട്ടിയിട്ട് അച്ഛന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ നരേറ്ററിനെ ആ കിണറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. He finds his father still keeping guard, exhausted and hungry, but unwilling to eat or rest until the duty is done. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നരേറ്ററുടെ ഫാദർ അണ്ണയും അതുപോലെ രാമോഷിയും ഇപ്പോഴും ആ കിണറിൻ്റെ അവിടെ തന്നെ ഇതിന് കാവൽ നിൽക്കുന്നതാണ് കാണുന്നത്. അവർ തലേ ദിവസം മുതൽ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, അവർ ഉറങ്ങിയിട്ടില്ല, അവർ ആകെ ക്ഷീണിതരാണ്. പക്ഷേ എന്നിട്ടും പോലീസുകാർ വരുന്നത് വരെ അവിടെ നിൽക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പോലീസുകാർ വരാൻ നേരം വൈകിയത് കാരണം കൊണ്ട് വീട്ടിലേക്ക് വരാൻ നേരം വൈകുമെന്നാണ് അണ്ണ പറയുന്നത്. അവിടെ വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും നമ്മുടെ അണ്ണയും അതുപോലെ രാമോഷിയും തയ്യാറാവുന്നില്ല.
The narrator offers to take his place, but Anna refuses, determined to shield his son from inheriting this degrading responsibility. അപ്പോൾ നരേറ്റർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, അച്ഛൻ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഭക്ഷണം കഴിക്കൂ, അതുവരെ ഞാൻ ഇവിടെ കാവൽ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അണ്ണ അത് സമ്മതിക്കുന്നില്ല. കാരണം ഈ വില്ലേജ് ഡ്യൂട്ടി ഒരു തവണ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മേലിന് പോവില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഗ്രാമത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നീ ഇത് ഏറ്റെടുക്കണ്ട എന്നാണ് നമ്മുടെ അണ്ണ പറയുന്നത്. Then, eventually, the police arrive, led by a head constable on horseback. അങ്ങനെ ഇവരിങ്ങനെ കാത്തു നിൽക്കുന്നു. പോലീസുകാർ എന്നിട്ട് ആ ഗ്രാമത്തിലേക്ക് വരുന്നു. അവരാദ്യം വന്നിട്ട് ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. അതുവരെയും ഇവരിവിടെ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. അവസാനം നമ്മുടെ പോലീസുകാർ 2 കോൺസ്റ്റബിളുമാരും ഒരു ഹെഡ് കോൺസ്റ്റബിളും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നു. ഹെഡ് കോൺസ്റ്റബിൾ ഒരു കുതിരപ്പുറത്താണ് വരുന്നത്. Despite their own hunger, Anna and the Ramoshi tend to the horse, highlighting the cruel irony of their servitude. അങ്ങനെ ഈ ഹെഡ് കോൺസ്റ്റബിൾ ഈ കുതിരപ്പുറത്ത് അതിനുശേഷം നമ്മുടെ ഈ അണ്ണയുടെയും രാമോഷിയുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ കുതിരയെ അവിടെ കെട്ടുക, കുതിരയ്ക്ക് വെള്ളം കൊടുക്കുക, കുതിരയ്ക്ക് പുല്ല് കൊണ്ടുവന്ന് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തലേ ദിവസം മുതൽ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ അവശരായിട്ട് നിൽക്കുന്ന ഈ ആളുകൾ ആ പോലീസുകാരുടെ കുതിരയ്ക്ക് ഇങ്ങനെ വെള്ളവും ഭക്ഷണവും കൊടുക്കുക എന്ന് പറയുന്ന അത്രയും ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മളവിടെ കാണുന്നു. Since the well is abandoned and filthy, the police refuse to retrieve the corpse themselves. അങ്ങനെ പോലീസുകാർ വന്നിട്ട് ഈ കിണറൊക്കെ പരിശോധിച്ച് നോക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പൊട്ടക്കിണറാണ്, ഉപേക്ഷിക്കപ്പെട്ട കിണറാണ്. അതിലത്തെ സ്റ്റെപ്പുകളൊക്കെ പൊട്ടി വീഴാറായിട്ടുണ്ട്. അതുപോലെ തന്നെ പായലും അതുപോലെ മറ്റ് ഇലകളും ഒക്കെ വന്നുകൊണ്ട് ആകെ അഴുക്ക് പിടിച്ച വെള്ളമൊക്കെയാണുള്ളത്. അത് കാരണം കൊണ്ട് പോലീസുകാർ അതിലിറങ്ങിയിട്ട് ആ മൃതദേഹം എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇൻസ്റ്റെഡ് ദേ ഓർഡർ അണ്ണ ആസ് എ മഹർ ടു ഡു ഇറ്റ്. അപ്പോൾ അവർ അവിടെ നോക്കുമ്പോൾ അണ്ണയാണുള്ളത്. അയാൾ ഈ പറഞ്ഞതുപോലെ മാർജിനലൈസ്ഡ് കാസ്റ്റിൽപ്പെട്ട ആളാണ്, വില്ലേജ് ഡ്യൂട്ടിയുള്ള ആളാണ്. അയാളുടെ അടുത്ത് ഇറങ്ങിയിട്ട് ആ മൃതദേഹം എടുക്കാൻ വേണ്ടി പോലീസുകാർ പറയുന്നു. He protests, arguing that touching the body will enrage the deceased family. പക്ഷേ അണ്ണ ആ മൃതദേഹം എടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി ഏത് ജാതിയിൽ പെട്ടിട്ടുള്ള ആളാണെന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഇനിയിപ്പോൾ എങ്ങാനും ഒരു ഉയർന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആളാണ് മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ഈ താഴ്ന്ന ജാതിയിൽ പെട്ട തനിക്ക് ആ മൃതദേഹം തൊടാൻ പാടില്ല, അത് അവരുടെ ഫാമിലിക്ക് ഇഷ്ടാവില്ല, ആകെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്നാണ് അണ്ണ പറയുന്നത്. Then ബട്ട് ദ അതോറിറ്റീസ് റെസ്പോണ്ട് വിത്ത് അബ്യൂസ് ആൻഡ് ത്രെറ്റ്സ്. പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് ഇയാളെ ശപിക്കുകയും വഴക്ക് പറയുകയും ഇയാളെ മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് ആ പോലീസുകാരും വില്ലേജ് ചീഫും ഒക്കെ അവിടെ ചെയ്യുന്നത്. When the narrator speaks up in anger, he too is silenced with the violence. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ നരേറ്റർക്ക്, അയാളുടെ അച്ഛനെയാണ് ഇവിടെ ആളുകൾ ഇങ്ങനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ആൾക്ക് സഹിക്കുന്നില്ല. നരേറ്റർക്കാണെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു അനീതിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ അവനുണ്ട്. അപ്പോൾ നരേറ്റർ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തൂടെ, അല്ലെങ്കിൽ ഈ മരിച്ചു കിടക്കുന്ന ആളുടെ വീട്ടുകാർക്ക് വന്ന് എടുത്തൂടെ, എന്തിനാണ് എൻ്റെ അച്ഛൻ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നരേറ്റർ എതിർത്ത് സംസാരിക്കുന്നു. ആ സമയത്ത് ഈ പോലീസുകാർ ലാത്തി എടുത്തുകൊണ്ട് അടിക്കാൻ വേണ്ടി ഇവന് നേരെ ഓടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ഫോഴ്സ്ഡ് ഇൻ ടു സബ്മിഷൻ, അണ്ണ പ്രിപ്പയർസ് ടു ഡിസെൻഡ് ഇൻ ടു ദ വെൽ. അപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ വഴക്ക് പറയുന്നു. അതുകൂടാതെ തൻ്റെ മകനെയും ഇവിടെ മർദ്ദിക്കും എന്നുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് അണ്ണ പറയുന്നു, പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ കീഴടങ്ങിയിട്ട് ആ കിണറിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാവുന്നു. ഓൺലി ടു ഡിസ്കവർ എ സ്നേക്ക് ലർക്കിംഗ് ബിലോ. അങ്ങനെ കിണറിലേക്ക് ഇറങ്ങാൻ നോക്കുന്ന സമയത്താണ് കിണറിൽ ഒരു പാമ്പ് ഉള്ളതായിട്ട് കാണുന്നത്. ആ മൃതദേഹത്തിൻ്റെ അരികിലായിട്ട് ഒരു പാമ്പ് അവിടെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കിണറിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു അപകടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് മാറുന്നു. The village chief dismisses the danger, coldly insisting that it is just a reptile and will not bite. അപ്പോൾ നമ്മുടെ നരേറ്റർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അച്ഛാ ശ്രദ്ധിക്കൂ, പാമ്പുണ്ട്, നോക്കൂ, ഇറങ്ങണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആ വില്ലേജ് ചീഫ് പറയുന്നത് അത് പാമ്പൊന്നുമല്ല, ഒരു റെപ്റ്റൈലാണ്, വല്ല അരണയോ ഓന്തോ അങ്ങനെ എന്തോ ഒരു റെപ്റ്റൈലാണ് അത് പാമ്പൊന്നുമല്ല, കടിക്കുന്നില്ല, നീ ഇറങ്ങുക എന്നാണ് വില്ലേജ് ചീഫ് പറയുന്നത്. അപ്പോൾ ഇയാളുടെ ജീവന് പോലും അവിടെ ഒരു വില മറ്റുള്ളവർ കൽപ്പിക്കുന്നില്ല. അത് ഇയാളുടെ ജാതിയുടെ പേരിൽ മാത്രമാണ് ഇയാളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് നമ്മളവിടെ കാണുന്നത്. Under immense pressure,
അണ്ണ ഡിക്ലെയർസ് ദാറ്റ് ഇഫ് ഹി ഡൈസ് ഹി വിൽ ബി എ മാർട്ടിയർ ടു ദിസ് ഇൻജസ്റ്റിസ്. അങ്ങനെ ആകെ സമ്മർദ്ദമായിട്ടുള്ള ആ സിറ്റുവേഷനിൽ അണ്ണ പറയുന്നു, ശരി ഞാനിവിടെ ഇറങ്ങിയിട്ട് പാമ്പ് എന്നെ കൊത്തി ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഈ ഒരു അനാചാരത്തിൻ്റെ രക്തസാക്ഷി ആയിക്കൊണ്ടായിരിക്കും ഞാൻ മരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കിണറിലേക്ക് ഇറങ്ങുകയാണ്. Despite the risk, he retrieves the bloated corpse, securing it with a rope so others can pull it out. അങ്ങനെ ഇയാൾ കിണറിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കയറെടുത്തുകൊണ്ട് ആ മൃതദേഹത്തിനെ കെട്ടി വയ്ക്കുന്നു. അതിനുശേഷം പുറത്ത് നിൽക്കുന്ന ഇതേപോലെ തന്നെ മഹർ, രാമോഷി തുടങ്ങിയിട്ടുള്ള ഇതുപോലുള്ള ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. അവരെല്ലാം ചേർന്നിട്ട് ആ മൃതദേഹം വലിച്ച് പുറത്തേക്ക് കയറ്റുകയാണ്. Still unfed, Anna is then made to escort the body for a post-mortem, his duty extending beyond the well. അപ്പോൾ ഈ പോലീസുകാർ വന്ന് ആ മൃതദേഹം എടുക്കലും കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇയാളുടെ ഡ്യൂട്ടി അവസാനിക്കുന്നില്ല. ഈ പൊതിഞ്ഞു കെട്ടിയ മൃതദേഹം കൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഒരു കാളവണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കൂടി ഇവരോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതുവരെയും ഉറക്കവും ഭക്ഷണവും ഒന്നുമില്ലാതെ അവിടെ നിന്നിരുന്ന അവർ ഒന്നും മിണ്ടാതെ ആ മൃതദേഹത്തിന് കൂട്ടിനായിട്ട് ഇതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജാതിയുടെ പേരിൽ മാത്രം ചില ആളുകൾ മനുഷ്യരായിട്ട് പോലും കാണാതെ ഇത്തരം മോശമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അത്തരമൊരു ജാതി വിവേചനമാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. The experience leaves a lasting impact on the narrator, who questions why Mahars continue to endure such oppression. സ്വാഭാവികമായിട്ടും നമ്മുടെ നരേറ്റർക്ക് ഇതൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് മാറുന്നത്. എന്തുകൊണ്ടാണ് ജാതിയുടെ പേരിലൊക്കെ ഇത്ര വലിയ അനീതി സമൂഹത്തിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. Later he learns that they must fight legal battles even for Mahar Watan, the land promised to them by the government. പിന്നീട് അദ്ദേഹം പഠിച്ചൊരു വക്കീലായിട്ട് മാറുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഈ അനീതി ഇവിടെ ഒന്നും അവസാനിക്കുന്നതല്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ കമ്മ്യൂണിറ്റിക്ക് ഓഫർ ചെയ്തിട്ടുള്ള ലാൻഡാണ് മഹർ വതൻ എന്ന് പറയുന്നത്. സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇവർക്ക് കൃഷിഭൂമി കൊടുക്കാൻ ഉള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവർക്ക് ആ ഭൂമി കിട്ടാതെ അതിനു വേണ്ടിയിട്ട് അവർ കോടതിയിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യമാണുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. ദ സ്റ്റോറി ultimately serves as a powerful critique of caste-based discrimination and the dehumanizing treatment of marginalized communities in Indian society. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഗ്രാമീണ സമൂഹത്തിൽ ജാതിയുടെ പേരിൽ എത്ര വലിയ അനീതികളും വിവേചനങ്ങളുമാണ് നടക്കുന്നത് എന്നുള്ളൊരു ചിത്രമാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.